ഒട്ടും പ്രതീക്ഷയില്ല. പ്രതീക്ഷിക്കാത്തത് പലതുമാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല സമയത്താ വന്നത്. ഇന്നെന്റെ പിറന്നാളാ. ഓ അത് ശരി. ഹാപ്പി ബർത്ത്ഡേ. അല്ല, ആശംസ മാത്രം പോരാ. അമ്മ ഉണ്ടാക്കിയ പിറന്നാൾ സദ്യയുണ്ട്, ഒരു പിടി കഴിക്കുകയും വേണം. വിരോധമില്ല, അതും ആവാം. ആ എന്നാ അകത്തേക്ക് വരൂ. ഇവനിത് എവിടെ പോയി? നിങ്ങൾ കഴിക്കും മക്കളെ, ഞാൻ ഇന്ന് പോയി നോക്കിട്ട് വരട്ടെ. അമ്മേ, വാ. ഇരിക്കിരിക്കെ. ഭക്ഷണത്തിന് മുന്നീന്ന് എഴുന്നേക്കാൻ പാടില്ലെന്നാ. അതിപ്പോ ആര് വന്നാലും. അമ്മേ, ഒരിലയും കൂടി ഇടണം. തൂശനില തന്നെ ആവട്ടെ. നമ്മുടെ സദ്യക്ക് കിട്ടിയ VIP യാ. അല്ല, അറിയാലോ എന്റെ അമ്മ. അമ്മേ, നോക്കി നിൽക്കാൻ നമ്മ ഒരിലയും കൂടി ഇട്. വിളമ്പി വെച്ചേക്കല്ലേ, ഇങ്ങോട്ടിരിക്കാം. വാ, അങ്ങോട്ട് ഇരിക്കേച്ചി. ചെന്നിരിക്കു ശാലിനി. ഇരുന്നു. ഇരിക്കേ. അല്ല, നീ ഇതെവിടെ പോന്നു? അവിടെ ഇരിക്കേ. വീഡിയോ നമ്മുടെ VIP ഗസ്റ്റ് അല്ലേ? അമ്മേ, നോക്കി നിൽക്കാതെ ചോറ് വിളമ്പിക്കൊടുക്ക്. മതി മതി മതി. അയ്യോ മതി. ശാലിനി ചേച്ചി പുറത്തു വന്നെന്ന് ഏട്ടനെങ്ങനെ മനസ്സിലായി? കാറിന്റെ ശബ്ദം പോലും ഇവിടുത്തെ ബഹളത്തിനിടയ്ക്ക് കേട്ടില്ലല്ലോ. അത് എനിക്കങ്ങനെ തോന്നി. അത് എന്താന്ന് വെച്ചാ ഞാൻ എന്ത് പറയാനാ. മോളെ, ഞാനിവിടെ വന്നിട്ട് പെട്ടെന്ന് വെച്ചുണ്ടാക്കിയതാ. അതുകൊണ്ട് കറികളൊന്നും അത്ര നന്നായിട്ടുണ്ടാവില്ല. നന്നായിട്ടുണ്ടല്ലോ. അതെ, പിറന്നാളുകാരൻ പായസം വരെ കുടിച്ചിട്ടേ എഴുന്നേക്കാൻ പാടുള്ളൂ. അമ്മ എടുത്തോ. ഇല്ലെങ്കി ഇവൻ കഴിക്കില്ല മോളെ. നമ്മളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ വെറുതെ ആവും. രേവതി നാളല്ലേ. മുൻഷുണ്ടിയുടെ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഏതാ അയാളുടെ നാള്? രേവതി. ചേച്ചി എന്താ ആലോചിക്കുന്നേ? ശിവന്റെ നാള് രേവതിയാണോ? അതെ. പറഞ്ഞതുപോലെ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യിക്കും. അതാണ് പ്രകൃതം. പിന്നെ മനസ്സ് സത്യസന്ധമാ, അത് മാത്രമാ ഏക ആശ്വാസം. പിറന്നാളായിട്ട് എന്തിനാമ്മ എന്നെ ഇങ്ങനെ വാരുന്നേ? ഇന്നത്തെ ദിവസം എന്നെ ഒഴിവാക്കിത്താ. പിന്നെ